ഇല്ല സാർ ഇല്ല 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 സാർ നോ ഇല്ലില്ല സാർ ഞങ്ങൾ ഇനി ഒരു രീതിയിലും ഇനിയില്ല കണക്റ്റഡ് ആവില്ല ഇനി സാർ കണക്റ്റഡ് ആവില്ല. റിയലി സോറി ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 10:15 ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. അവിടെ കക്ഷിക്ക് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ മറിഞ്ഞു വീണ റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി. ഈ പ്രഗ്നൻസി സംഭവമൊന്നും ഇല്ല. വളരെ നിലവിളിച്ച് ഞാൻ 3 മാസം കൊണ്ട് എന്നെ ഇങ്ങനെ ടെൻഷൻ എത്തിച്ച് അത് വെച്ചിട്ട് എന്നെ ബാർഗെയിൻ ചെയ്ത് എനിക്ക് 3 കോടി രൂപ. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. ഈ വോയിസ് കേൾക്കുമ്പോൾ നമുക്കറിയാം റസൂൽ പൂക്കുട്ടിക്ക് അബദ്ധം പറ്റിയെന്ന്. റസൂൽ പൂക്കുട്ടിയായിട്ട് വട്ടം കറക്കുകയാണ് സജിന ചെയ്തതെന്ന് ഇത് കേട്ടാൽ മാത്രം മതി മനസ്സിലാവാൻ. അവിടെയൊക്കെ സജിന പറഞ്ഞതിൻ്റെ തൊട്ട് എനിക്ക് പൈസ തന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോടാ, ഉണ്ടെങ്കിൽ കാണിക്കടാ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ റസൂൽ പൂക്കുട്ടിയുടെ വോയിസിൽ നമ്മൾ കേട്ടത് ഏകദേശം 40 ലക്ഷത്തോളം രൂപ കൊടുത്തു. പിന്നീട് ഡയമണ്ട്, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ്, അല്ലറ ചില്ലറ ബിസിനസ്, അങ്ങനെയുള്ള പല രീതിയിൽ കാശ് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ സജിന ചോദിച്ചത് 3 കോടി. എന്ത് കണ്ടിട്ടാണ് ഈ 3 കോടി ചോദിച്ചതെന്ന് അറിയത്തില്ല. ഈ ഗർഭം പുറത്ത് പറയാതിരിക്കാനാണോ അതോ മീഡിയക്കാരെ വിളിച്ചു കൂട്ടാതിരിക്കാനാണോ, എന്തിനാണെന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ നിയമത്തിൻ്റെ മുന്നിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെടുത്ത് ദൂരെ കളയത്തേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോൾ റസൂൽ പൂക്കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. എന്തായാലും റസൂൽ പൂക്കുട്ടിയുടെ വോയിസ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതും ദിയാസനയുമായിട്ടുള്ള വോയിസ് റെക്കോർഡാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 10:15 ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. അവിടെ കക്ഷിക്ക് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ മറിഞ്ഞു വീണ റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി. അവിടെ നിന്ന് പൊക്കിയെടുത്തൊരു കസേരയിലിരുത്തി ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തി, നടു റോഡിൽ വിളിച്ചു വരുത്തി BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ കക്ഷിക്ക് ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പൊക്കിയെടുത്ത് വീട്ടിൽ റൂമിൽ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. 6:30 ഫ്ലൈറ്റിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. അല്ല ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ അവള്? എൻ്റെ അടുത്തുണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിക്കണ്ട. ഇല്ല ഞങ്ങള് സംസാരിക്കില്ല. നിങ്ങൾ സംസാരിക്കണ്ട. പക്ഷെ നിങ്ങൾ തിരുവനന്തപുരത്ത് കക്ഷി വരുമ്പോൾ നിങ്ങൾ പോയി കാണണം. കണ്ടിട്ട് സാർ ഇല്ല സാർ നോ ഇല്ലില്ല സാർ ഞങ്ങൾ ഇനി ഒരു രീതിയിലും കണക്റ്റഡ് ആവില്ല. ഈ വോയിസ് റെക്കോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സജിന ബോധം കെട്ട് വീണു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം ദിയാസനയും കൂട്ടുകാരെയും വിളിച്ചതാണ്. അവിടേക്ക് അദ്ദേഹത്തിൻ്റെ വോയിസ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പെട്ടിരിക്കുകയാണ്. എങ്ങനെ ഇതിനെ ഒഴിവാക്കണമെന്ന് അറിയത്തില്ല. അവിടെയാണ് സജിന ഒരു ഓഫറും വെച്ചത്. 3 കോടി തന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഞാൻ മാറും, ഇല്ലെങ്കിൽ കേസൊന്നും കൊടുക്കത്തില്ല, മീഡിയക്കാരെ വിളിച്ചു കൂട്ടി നാറ്റിക്കും, അത് ചെയ്യുമെന്നും സജിന പറഞ്ഞിട്ടുണ്ട്. അതിനവൾ ഡിമാൻഡ് ചെയ്യുന്നത് പണമാണ്. മാത്രമേ നടക്കുള്ളൂ. 3 കോടി രൂപ എൻ്റെ ഇരിക്കുന്നു. ഞാൻ ആൾറെഡി അവൾക്ക് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 40 lakhs 39 ലക്ഷത്തിൽ പൈസ കൊടുത്തിട്ടുണ്ട്. So far from 23 September onwards I have paid her almost 40 lakhs. അത് കൂടാതെ ഡയമണ്ട് റിങ്, മോതിരം, വാച്ച്, അവന്റെ കഴുത്തിൽ കിടക്കുന്ന 10 ഗ്രാമിന്റെ ലോക്കറ്റ്, അതിന് മുമ്പുള്ള ലോക്കറ്റ്, മാല, എല്ലാം ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തില്ല. അത് കഴിഞ്ഞ 10-20 ലക്ഷം രൂപ. ഇവളെ എന്നോട് ചോദിച്ചു ഭയങ്കര കളി കളിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവൾ കാരിയാണ്. അതുകൊണ്ട് പിന്നെ ഇവള് പ്രൊട്ടക്ഷൻ എന്ത് സംഭവിച്ചാലും ഉപയോഗിക്കത്തില്ല. എന്നോട് കള്ളം പറഞ്ഞിട്ട് ഇവളിപ്പം പറഞ്ഞപ്പോൾ ഇവിടെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ശാരീരികം കൊണ്ട് കഴിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതൊരു പേടിയുണ്ട്. ഞാൻ അടുത്ത മാസം നെക്സ്റ്റ് മന്ത് എല്ലാം പ്രശ്നമാകുമോ എന്നൊരു പേടിയുണ്ട്. എന്റെ വൈഫിന് തീരെ സുഖമില്ലാതായി. ഇതെല്ലാം ചെയ്തിട്ട് കൊളാപ്സായി ഹോസ്പിറ്റലിൽ ഇന്നലെ സ്കാനിങ് ചെയ്തപ്പം ബ്രെയിനിന് കംപ്രഷൻ ആയിട്ടുണ്ട്. അത് സീരിയസ് ആണ്. ഇവിടെ പൈസ ഒന്നും തന്നിട്ടില്ല എന്നാണ് സജിന പറയുന്നത്. ഇത് തന്നെ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും 40 ലക്ഷത്തോളം രൂപ കൊടുത്ത്, പിന്നെ ഡയമണ്ട്, സ്വർണം, ഫ്ലൈറ്റ് ടിക്കറ്റ്, ബിസിനസ്, അങ്ങനെ പലതരത്തിലുള്ള കാശുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ തന്നെ ഒരു വലിയ തുകയാവും. ഇവിടെയൊക്കെ എനിക്ക് സംശയം ഇത്രയും രൂപ കൊടുക്കാൻ റസൂൽ പൂക്കുട്ടിക്ക് വട്ടാണോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. അതേ ചോദ്യം തന്നെയാണ് എനിക്കും ഉള്ളത്. ഈ പ്രഗ്നൻസി സംഭവമൊന്നും ഇല്ല. വളരെ നിലവിളിച്ച് ഞാൻ 3 മാസം കൊണ്ട് എന്നെ ഇങ്ങനെ ടെൻഷൻ എത്തിച്ച് അത് വെച്ചിട്ട് എന്നെ ബാർഗെയിൻ ചെയ്ത് എനിക്ക് 3 കോടി രൂപ. ഞാൻ പറഞ്ഞു അതെ, എന്റെ ഭാര്യ മക്കളെ എല്ലാം അണ്ടർസ്റ്റുഡ് ആയി, അതൊക്കെ മനസ്സിലായി.
പിന്നെ ഈ പുള്ളി നിർബന്ധമായിട്ടും എനിക്ക്, അതായത് ഞാൻ ഇവിടെ വന്ന് ഇത്രയും വിഷയം ഉണ്ടാക്കി എന്റെ കുടുംബം പ്രശ്നമാക്കി. ഇത് അതിനാണ് എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഇവളിട്ട ഒരു മെസ്സേജ്, പിന്നെ ഇവളിപ്പോ പ്രൂവ് ചെയ്യാൻ കാണിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ മൾട്ടിപ്പിൾ ആൾക്കാരായിട്ട് ബന്ധം ഉണ്ടാക്കി തീർക്കും എന്ന് വെയിറ്റ് ചെയ്യും. ഇത് സമയം എന്താ ഒരു സുഹൃത്തുക്കളുടെ പോകല് സെറ്റിൽ ചെയ്ത സമയം ഉണ്ടായാൽ കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കാരണം ഞാൻ കളഞ്ഞു പോകുന്നില്ല, ആൻസൈറ്റി ഉണ്ട്, ഞാൻ പോകത്തില്ല പറഞ്ഞു. ഇപ്പൊ ഇതൊരു സിറ്റുവേഷൻ എത്തിയിരിക്കുകയാണ്, ഇത് നമുക്ക് ഒന്നിനും പോകാൻ പറ്റത്തില്ല, നമുക്ക് നിർത്താം. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു ത്രെട്ടില് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ, ഞാൻ അതാണ് ചെയ്യുന്നത്. അതാണ് ചെയ്യാൻ ഒറ്റമാത്രമാണ് ഞാനിപ്പോ. പിന്നെ പക്ഷെ അതിനെ ഇവള് ഡിമാൻഡ് ചെയ്തത് വിഷയമാണ്. അതെ, റസൂൽ പൂക്കുട്ടിക്ക് മനസ്സിലായിരുന്നു ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ഏതോ ഒരു കാരണത്താൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടായിരിക്കണം ഇത് വീണ്ടും ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെയൊക്കെ ആ സമയത്ത്, അതായത് അവർ രണ്ടുപേരും തമ്മിൽ തർക്കിച്ചിരുന്ന സമയത്ത്, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അത് പരിഹരിച്ചിരുന്ന വ്യക്തിയാണ് ദിയാസന. അതുകൊണ്ട് തന്നെ ദിയാസനയ്ക്ക് ഈ കോൾ റെക്കോർഡെല്ലാം കൊടുത്തു എന്നാണ് സജിന പറഞ്ഞത്. ദിയാസനയ്ക്ക് മാത്രമല്ല മറ്റ് രണ്ടുപേരും കൂടെ ഉണ്ട്, അവർക്കും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെയൊക്കെ വോയിസ് റെക്കോർഡെല്ലാം അവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നമുക്ക് തോന്നും. ഇല്ലെങ്കിൽ ദിയാസന പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന് തന്നെ ധരിച്ചേനെ. എന്തായാലും ഈ വോയിസ് റെക്കോർഡ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ തമ്മിൽ അടിപിടിയായി പിരിയാൻ തന്നെ തീരുമാനിച്ചിരുന്നു എന്ന്. ഇല്ല സാർ, നോ സാർ, ഞങ്ങൾ ഇനി ഒരു രീതിയിലും കണക്റ്റഡ് ആവില്ല സാർ. ഐ എം റിയലി സോറി സാർ. നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ എന്തോന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഞാനാവില്ല. എന്നാ വെച്ചാൽ ദിയയ്ക്ക് അയച്ച വോയിസ് മെസ്സേജിലുണ്ട് ഇക്കായ്ക്ക് എന്നോട് ദേഷ്യാന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളടത്ത് പിന്നെ നമ്മൾ ഇക്കായ്ക്ക് വേണ്ടി പോലും ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ പ്രശ്നത്തില് ഇക്ക എന്നെ തെറ്റിദ്ധരിച്ച്, ഇക്ക ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ പ്രശ്നത്തില് എന്നെ തെറ്റിദ്ധരിച്ച് ഇക്ക പറഞ്ഞെന്നാണ് പറയുന്നത് ഞാനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന്. അത് അങ്ങനെയാണോ ഇക്ക? അങ്ങനെയാണോ എനിക്ക് അറിയത്തില്ല. നിങ്ങൾ എല്ലാവരും കൂടി മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. ഇത് അറിഞ്ഞിട്ട് ഇതറിഞ്ഞിട്ട് എന്റെ അമ്മ ബോധം കെട്ട് വീണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ ഇപ്പൊ തിരിച്ചു കൊണ്ടുവരുന്ന സമയം. ഞാൻ പറയട്ടെ അമ്മ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇവള് പോയൊരു കുരുക്കിൽ ചാടിയപ്പോഴ് അന്നമ്മ എന്റെ നല്ല സുഹൃത്ത്, എന്റെ സുഹൃത്താണ്, എന്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ആൾ. ഇവ എപ്പോഴും അന്നമ്മയെ എന്റെ അടുത്ത് ജസ്റ്റിഫൈ ചെയ്ത് എങ്ങനെയാണ്, നിങ്ങൾ പറയുന്ന അവള് കേൾക്കില്ല, നിങ്ങൾ പറയുന്ന അവള് കേൾക്കില്ല, അവൾ എന്റെ സുഹൃത്താണ്, അവൾ എന്റെ നല്ലത് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ നല്ലത് മാത്രം നോക്കുന്ന നിന്റെ സുഹൃത്താണ്, കറക്റ്റാണ്, നിന്റെ നല്ലത് നോക്കുള്ളൂ. പക്ഷേ നമ്മളൊരു കുഴിയിൽ ചാടുമ്പോൾ നെല്ലും പതിരും പറഞ്ഞു കൊടുക്കണ്ടേ? നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ അവളോടൊന്ന് ചോദിച്ചു നോക്കേ. ഇവള് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ വേറൊരു കാര്യം കൂടെ, അല്ല ഒരു മിനിറ്റ്, നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു നോക്കിക്കേ. എന്നിട്ടും ഞാൻ അവളുടെ കൂടെ നിന്നിട്ട് ഇന്നിപ്പം ഞങ്ങൾക്ക് അയച്ച മെസ്സേജ് എന്നാന്നറിയോ, ഇക്കാടെ കൂടത്തില് ഞങ്ങള് എന്താ പറയാ, അവൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങള് എന്താ പറഞ്ഞു കൊടുത്ത് അവളെ ഞാൻ ഇക്കാനെയും കൂടെ തെറ്റിക്കുവാണ്, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇക്കാനെയും അവളെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഇവള് സ്പീക്കർ ഇട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മിക്ക് വയ്യാണ്ടായത്. അറിയാവോ ഇക്ക? അതായത് സജിനയുടെ പ്രശ്നം പരിഹരിക്കാൻ വന്നവർ തന്നെ ഇപ്പോൾ പ്രതികൂട്ടിലായി. കാരണം സജിനയ്ക്ക് സംശയം, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ഇവരാണോ? ഇവരെൻ്റെ കൂടെ ഒരു തരത്തിൽ പറയുന്നു, റസൂൽ പൂക്കുട്ടിയുടെ അടുത്ത് വേറെ രീതിയിൽ പറയുന്നു. അങ്ങനെ മാറ്റി മാറ്റി പല കാര്യങ്ങളും പറഞ്ഞ് അവർക്കിടയിൽ ശത്രുത ഉണ്ടാക്കിയത് ഇവരാണ് എന്ന തരത്തിലാണ് സജിന പറഞ്ഞു വെച്ചത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും ഇവരുടെ ബന്ധത്തെ എതിർക്കാൻ തുടങ്ങിയതും സജിനയിൽ നിന്നും അകലം പാലിച്ചതും. ഇവിടേക്ക് ഇത് ആരുടെ തെറ്റിദ്ധാരണയാണെന്ന് അറിയത്തില്ല, ഇല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആര് കളിക്കുന്നു എന്ന് അറിയത്തില്ല. അവിടെ ഒരു കാര്യം ഉറപ്പാണ്, റസൂൽ പൂക്കുട്ടിയും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അതായത് സജിന ഇല്ലാത്തപ്പോൾ ഇവരുടെ കൂടെ വേറൊരു തരത്തിൽ പറയുകയും അവരില്ലാത്തപ്പോൾ സജിനയുടെ അടുത്ത് വേറെ രീതിയിൽ പറയുകയും ചെയ്യുന്നു. അങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പൂക്കുട്ടിയുമായുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ദിയാസനയും കൂട്ടുകാരിയും ആണെന്നുള്ള രീതിയിലാണ് സജിന ധരിച്ചു വെച്ചിരിക്കുന്നത്. അറിയാവോ ഇക്ക, എന്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലായതാ. ഇനി ഞാൻ അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എനിക്കിനി നിങ്ങളുടെ ഇതിൽ ഇടപെട്ട് എനിക്ക് പഴി കേൾക്കാൻ വയ്യ. കാരണം എനിക്ക് എന്റെ ലൈഫുണ്ട്. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, അല്ല ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, 10 വർഷം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിന്നാലും ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, എന്റെ ഫാമിലി അങ്ങനെ അല്ല. ഇക്കായുടെ ഫാമിലി വലുതല്ലേ, എന്റെ ഫാമിലി, എന്റെ കസിൻസ് ഫുൾ ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇക്കാക്ക് അറിയോ, ദിയ സാക്ഷിയാണ്. എന്നെ എല്ലാവരും പറഞ്ഞു, ഒരു പ്രാവശ്യം നിന്നെ സജിന ദ്രോഹിച്ചതാണ്, നീ എന്തിനു തിരിച്ചു കയറ്റിയെന്ന് പറഞ്ഞിട്ട് എന്റെ കസിൻസ് കോട്ടയത്തുനിന്ന് വരെ വന്നിട്ടുണ്ട്. അറിയാവോ? ഇവൾ എന്നോട് പറഞ്ഞ എന്നാന്നറിയോ, ഇപ്പൊ എന്റെ ലൈഫ് ഇടപെടരുതെന്ന്. പിന്നെ ഇവളുടെ ഉമ്മീനെ വിളിച്ചെന്ന്.
ഇവൾ അവിടെ കിടന്ന് ഷാദിയത്തേനെ വിളിച്ച് ഞങ്ങള് തിരിച്ച് കേറി വാ പട്ടീനെ പോലെ പറഞ്ഞു. ഞാനും ദിയേം പറഞ്ഞു. ഇവള് കേൾക്കാണ്ടായപ്പോ ഞാൻ ഇവളുടെ ഉമ്മീനെ വിളിച്ചു. കാരണം എന്നാന്നറിയോ, ഇവള് കാണിക്കുന്ന രീതി വെച്ചിട്ട് ഉമ്മയെങ്കിലും പറയുന്നത് കേട്ട് തിരിച്ചു വരട്ടെ എന്നും. പിന്നെ എന്റെ വീട്ടിൽ നിന്നാ പോയത്. ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ വീട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ഷാദിയത്തെ ഇവളും തമ്മിൽ, ഷാദിയത്തേക്ക് എന്ത് സംഭവിച്ചാലും ഇവക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ ഇവളെ കൂടെ പറപ്പിനെ പോലെയാണ് കണ്ടത്. ഇവൾ ഇന്ന് പറഞ്ഞ കുറെ വാക്കുകൾ, ഇന്നിപ്പൊ എനിക്ക് അയച്ച ഒരു വോയിസ് ഉണ്ട്, ഞാൻ ഇക്കയ്ക്ക് അയച്ചു തരാം. മാനിപ്പുലേറ്റ് ചെയ്ത് ഞാനാണ് മാനിപ്പുലേഷൻ ചെയ്യണത്. ഞാൻ ഇക്കാനെ ഇവളെയും കൂടെ തെറ്റിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇക്കാന്റെ അടുത്ത് ഇവളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കോൺഫറൻസ് കോൾ ഞാൻ ഇക്കാന്റെ അടുത്ത് പറഞ്ഞു, ഇക്കോടെ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇവൾ എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ ഇപ്പൊ അവളെ കേൾപ്പിച്ചാലും കുഴപ്പമില്ല, അവളെ മുമ്പിൽ എന്ന് പറഞ്ഞ ഇക്ക എന്നെ പറ്റി എന്നാ വെച്ചാൽ എന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞെന്ന്. ഞാൻ ഇക്കോടെ എന്താ ഇവളെ പറ്റി മോശം പറഞ്ഞു തന്നേക്ക? ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, അല്ല ദൈവത്തിന് ഞാൻ ഈ നിമിഷം വരെ, ഞാൻ ദിയുണ്ട്, എല്ലാവരും ഉണ്ട്, ഞാനൊരു കാര്യം പറയും, ഇന്ന് ഈ നിമിഷം വരെ അവളുടെ നല്ലത് മാത്രം ആഗ്രഹിച്ച് കൂടെ നിന്നവളാ. പക്ഷെ ഇവൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിനും കർമ്മയ്ക്കോ വിട്ടുകൊടുക്കുന്നത്. എന്നെ വേദനിപ്പിച്ചവരെല്ലാം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ അത് കർമ്മയ്ക്ക് ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, സജിനെ സഹായിച്ചവരെ എല്ലാം സജിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയും. പലരും ഇപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അതായത് കാമുകനായ റസൂൽ പൂക്കുട്ടി വരെയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇവിടെ കൊണ്ട് ഞാൻ ഈ ബന്ധം അവസാനിക്കുകയാണ്, എന്നെ കൊണ്ട് കഴിയത്തില്ല, ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലതെന്ന് വരെ പൂക്കുട്ടിയും പറഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ കൂട്ടുകാരികൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഇനി ഇതിനൊക്കെ വേറൊരു വശമുണ്ടോ എന്ന് അറിയത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. രണ്ട് കാര്യങ്ങൾ എനിക്കിന്ന് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഇനി ഒരിക്കലും സജനയായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല എന്ന് തീരുമാനം എടുത്ത സമയം അതായിരുന്നു. രാവിലത്തെ കോൾ വന്ന സമയത്ത് അവൾ എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് എനിക്കിനി റിലേഷൻഷിപ്പ് തുടരണ്ട, എനിക്ക് 3 കോടി മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, അവളോട് പറഞ്ഞു, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. എന്റെ പൊന്നു മോളെ, നീ കാല് പിടിച്ച് പറയണം, നീങ്ങ് വാന്ന് പറഞ്ഞപ്പോ പറയണേ, അവര് മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റ് കേട്ടതോട് കൂടി ഞാൻ അവളുടെ മനസാക്ഷിയെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് അങ്ങനത്തെ മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ബന്ധവും എനിക്ക് വേണ്ട. പിന്നെ ഈ അന്നമ്മയും ഞാനും ആകെ കാണുന്നത് ലാസ്റ്റ് ടൈം തിരുവനന്തപുരത്ത് വന്ന സമയത്താണ്. അവൾ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നീ അന്നമ്മേനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന്. എനിക്ക് ഇവരുമായിട്ടൊന്നും, എനിക്ക് ഈ പറഞ്ഞ അന്നമ്മയായിട്ട് പോലും എനിക്ക് ബന്ധമില്ല. ഞാൻ സജിന ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഇന്ന് അന്നമ്മയുടെ ഫ്ലാറ്റിൽ പോലും വന്നത്. ഞാൻ ഇന്ന് ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം ഇവിടുന്ന് മാറും. എനിക്ക് അന്നമ്മയല്ല, എനിക്ക് ഇമ്പോർട്ടൻസും ഇല്ല അന്നമ്മ. ഞാൻ അവളെ മുമ്പിലിരുന്ന് തന്നെ അത് പറയുന്നത്. പക്ഷേ അവള് ഓരോ സാധനങ്ങളും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനം കാണുമ്പോൾ എന്നോടും പറയുന്നു, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിച്ചും എന്റെ ലൈഫിനാണ് അത് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കും, നിങ്ങൾ രണ്ടുപേരും അയാളുടെ സുഹൃത്തുക്കളാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല. ഇവിടെ ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് ദിയാസനയും പറയുന്നത്. അതായത് തനിക്ക് സജിന പറയുന്നതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. പൂക്കുട്ടിയുടെ ഭാര്യയുടെ ജീവിതം തകർത്തിട്ട് അവൾക്ക് ജീവിതം വേണമെന്ന് പറയുമ്പോൾ അത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. കാരണം അവരൊരു രോഗാവസ്ഥയിൽ കിടക്കുകയാണ്, ആ സമയത്ത് ഇത് ചെയ്യുന്നത് മോശമാണ് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും തനിക്ക് വിഷയമല്ല, അവരുടെ ജീവനൊന്നും തനിക്ക് വിഷയമല്ല എന്ന രീതിയിൽ പറഞ്ഞതൊക്കെ ദിയാസനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സജിനയിൽ നിന്ന് ഇപ്പോൾ അകലം പാലിച്ചതെന്നും ദിയാസന പറഞ്ഞു വെക്കുന്നുണ്ട്. സാർ, ഞങ്ങളിപ്പോ പറയാണ്, ഷാദിദയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളിൽ നിന്ന് ആവശ്യമുണ്ടോ? ഞാൻ ഇപ്പോഴും നിങ്ങളൊപ്പമല്ല നിൽക്കുന്നത്. ഞാൻ പറയണം, കാരണം നിങ്ങളും കൂടെ കാരണം തന്നെയാണ് അവളുടെ റിലേഷൻഷിപ്പിനകത്തുള്ളത്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച് എന്താന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷെ ഒരു സ്ത്രീയും 2 മക്കളും ഇത് അനുഭവിക്കുമ്പോ ആസ് ആൻ ആക്ടിവിസ്റ്റ്, എന്റെ എത്തിക്സ് എന്ന് പറയുന്നത് ഇതല്ല. എന്റേതെന്ന് പറഞ്ഞാൽ ഞാൻ അവരൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, സാർ അവരെന്താവശ്യപ്പെട്ട് സംസാരിച്ചാലും ഞാൻ അവരൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞത്. ഞാൻ ഒരിക്കലും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്. പക്ഷേ ആ സ്ത്രീക്കൊപ്പം ഞാൻ നിൽക്കും, നിങ്ങളെ ഭാര്യയ്ക്കൊപ്പം ഞാൻ നിൽക്കും. അവർ അത്രയും കണ്ടീഷനിൽ ഹെൽത്ത് പ്രശ്നമായി നിൽക്കുന്ന അവരെ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത സജനയുടെ മനസാക്ഷി എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം സാർ, അവൾ ആങ്സൈറ്റിയോ അവൾ പ്രശ്നമോ അവളെ ഞങ്ങളടുത്ത് മെസ്സേജ് അയച്ചോ അവൾ ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ അങ്ങനെ ഇനി ഒന്നുകൂടെ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നടുത്ത് കൊണ്ട് അവൾ എൻ്റെ അടുത്ത് ആത്മഹത്യ ചെയ്യാണെന്ന് പറയാണ്. സാർ, ആ കുട്ടിയെ രക്ഷിക്കണം. എനിക്ക് ഇതേ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, അതിലപ്പുറത്തൊന്നുമില്ല. സാറ് നമ്മൾ പറയും, ഞങ്ങൾ ഇതുവരെയും സാറിൻ്റെ അടുത്ത് ഈ രീതിയിൽ ഞാൻ സാറിൻ്റെ അടുത്ത് ഒപ്പോസ് ചെയ്ത് ഒരു തരത്തിലും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വളരെ വലിയ വിഷമം ഉണ്ടാക്കിയ സാഹചര്യമാണ്. കാരണം അവളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ടാണ്
റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ടാണ് അവൾക്ക് ഒപ്പമാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. അവൾ ഇങ്ങ് വാന്ന് പറഞ്ഞത് അവളുടെ ഏത് ഹെൽത്തിനെ ഒന്നും അവസ്ഥയിൽ കൂടെ വരരുതെന്ന് കൊണ്ടിരിക്കുന്നത് വിചാരിച്ചിട്ട്. അറിയാനൊക്കെ. ഒരു മിനിറ്റ്. നിങ്ങളെ ഏത് അവസ്ഥയിൽ നിന്നെ ഇവിടെ കൊണ്ടിരിക്കുന്നത്? ആരായാലും നിനക്ക് എന്താണ്? ഇവിടെയൊക്കെ സജിനയുടെ സ്വഭാവം പുറത്തെടുക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാം. അതും ദിയാസനയോട് റസൂൽ പൂക്കുട്ടി സംസാരിക്കുന്ന സമയത്ത് സജിന ഇടപെടുന്നുണ്ട്. എന്തിനാണ് അവരോട് സംസാരിക്കുന്നത്, എൻ്റെ കൂട്ടുകാരിയോട് നിങ്ങൾ സംസാരിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ സജിനയ്ക്ക് പൈസയൊക്കെ കൊടുക്കുന്ന സജിനയുടെ ദൈവം പലപ്പോഴും പറയുന്നുണ്ട്, ഒന്ന് മിണ്ടാതിരി, നീ മിണ്ടരുത്. അതൊക്കെ നമുക്ക് ആ ഓഡിയോയിൽ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുന്നതാണ്. ഒരു മിനിറ്റ്. നിങ്ങളെ ഏത് അവസ്ഥയിൽ നിന്നെ ഇവിടെ കൊണ്ടിരിക്കുന്നത്? ആരായാലും നിനക്ക് എന്താണ്? ദിയാണ് സംസാരിക്കുന്നത്. ദിയ, എന്തിനാണ് എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ അവരെ കൂട്ടാൻ നിങ്ങൾക്ക് ശബ്ദിക്കരുത്, എന്റെയോ ശബ്ദം ഉണ്ടാക്കരുത്, നീ എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? ഒച്ച ഉണ്ടാക്കരുത്, നിങ്ങൾ അവരെ കൂട്ടാൻ നിങ്ങൾക്ക് ശബ്ദിക്കരുത്, എന്റെയോ ശബ്ദം ഉണ്ടാക്കരുത്, നീ എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? ഒച്ച ഉണ്ടാക്കരുത്. മോശമാണ് ഭയങ്കരമായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ കൂടി ഞാൻ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. കേട്ടല്ലേ? നിങ്ങൾ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. നിങ്ങൾ ഫോൺ വെക്കൂ. ഞാൻ ഇപ്പൊ ഏത് അവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഇവിടെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. നിങ്ങളിപ്പോ സമാധാനമായിട്ട് ഇരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് കിടന്ന് കാണിക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾ വീണ്ടും നിന്ന് കൊടുക്കണ്ട. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പ്രശ്നത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളെ വഴിക്ക് വിട്ടിട്ട് അവളെ കയറ്റി വിടാൻ നോക്ക്. നിങ്ങൾ എന്നിട്ട് നിങ്ങളെ കാര്യം നോക്ക്. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് സന്നദ്ധനായിട്ട് നിൽക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. പറ്റില്ല. ഈ കൊരയ്ക്കാത്ത പട്ടി കൊരയ്ക്കൂന്ന് പറയുന്ന കണക്ക്, ഈ കടിക്കാത്ത പട്ടി കടിക്കൂന്ന് പറയുന്ന കണക്ക്, അവസാനം വന്ന എന്നെ ചൊറിഞ്ഞ് മാന്താൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും നോക്കട്ടെ. എന്തായാലും നാണം കിട്ടില്ലേ? നാണം കേട്ട് അങ്ങേറ്റിരിക്കും ഞാൻ. ഇനി പിന്നെ എനിക്ക് ഇനി നാറാൻ എന്തുവാ? അതൊന്നും നാറാനില്ല. പക്ഷെ നാറാനുള്ള ആൾക്കാരും കുഞ്ഞുങ്ങളും ബന്ധങ്ങളും എല്ലാം പല ആൾക്കാർക്കും ഉണ്ട്. ഇപ്പം നിന്നെ ആണെന്നോ ഞാൻ പറയുന്നില്ല, നീ ആണെന്നല്ല ഞാൻ പറയുന്നത്. സ്പെസിഫൈ ചെയ്ത് നീ ആണെന്നോ അല്ല മറ്റുള്ളവരാണെന്നോ അല്ല. ചെയ്തവരാരായാലും കൊള്ളുന്നവരെന്തായാലും വീഡിയോസ് ഇടുന്നുണ്ടല്ലോ. അതിനുള്ള കാര്യങ്ങൾ ഞാൻ നിയമവശാൽ നീങ്ങുവാണ്. നീ എന്ന് പറഞ്ഞ കണക്ക് നിയമവശാലേ എൻ്റെ കുറേ സാധനങ്ങൾ ലീക്കായിട്ടുണ്ട്. അതെനിക്ക് എവിടുന്നാണ് ലീക്കായെന്ന് എനിക്കറിയണം. പല കാര്യങ്ങളും ലീക്കായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് 3 പേർക്കും ഞാൻ അയച്ചിട്ടുണ്ട്. അച്ചായനെ അയച്ചിട്ടുണ്ട്, ഷാലുവിനെ അയച്ചിട്ടുണ്ട്, അല്ല മറ്റേ നമ്മളുടെ ദിയയ്ക്ക് അയച്ചിട്ടുണ്ട്, നിനക്ക് അയച്ചിട്ടുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണലായിട്ട് നിൽക്കുന്ന സാധനങ്ങളും നമ്മൾ പേഴ്സണലായിട്ട് സംസാരിച്ച് നിങ്ങളും പേഴ്സണലായിട്ട് പല കാര്യങ്ങളും എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ പലതും എനിക്കറിയാം. പക്ഷേ അതൊന്നും എൻ്റെ തന്തയല്ല നിങ്ങളെ തന്ത. അതുകൊണ്ട് ഞാനും അങ്ങനെ അങ്ങോട്ട് ആരെങ്കിലും മാന്താൻ നിൽക്കില്ല. പക്ഷെ ഇങ്ങോട്ട് ചൊറിയാൻ നിന്നാൽ ചില ആരാണ് മാന്താത്തത്? സൈക ഇട്ടാ പുലി പുല്ലും തീർന്നു എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല, നിയമവശ പക്ഷെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി നല്ല രീതിയിൽ കയറി മോന്തി കൊല്ലും എല്ലാത്തിനും. എന്തായാലും ഇത് തന്നെയാണ് ഇവർ തമ്മിൽ പിരിയാനുള്ള കാരണം. ഒരുപക്ഷെ ഇതിൻ്റെ തുടക്കമായിരിക്കാം ഇവർ തമ്മിൽ അകലാനുള്ള കാരണമുണ്ടായത്. എന്തായാലും രണ്ടുപേരും 2 രീതിയിലുള്ള ആരോപണങ്ങളാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ ആരാണ് കള്ളം പറയുന്നതെന്നോ ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാവത്തില്ല. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കാം. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തുവിടുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരുടെ ഭാഗത്താണ് ശരിയെന്ന്. എന്തായാലും കേട്ടത് വെച്ച് ദിയാസന പറഞ്ഞതെല്ലാം ശരിയായിട്ടാണ് വരുന്നത്. ഇനി ഇതിന് മറ്റൊരു വശമുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം നമുക്ക് അവർ പറയുന്നതല്ലാതെ മറ്റ് വലിയ തെളിവുകളൊന്നും ലഭിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.